നീ അങ്ങോട്ട് നോക്കിയേ. ഡാ ഒന്ന് മാറിക്കേ, അങ്ങോട്ട് മാറിക്കേ. ഡാ മാറ്. എന്തെങ്കിലും കൊച്ചുകുട്ടികളെ പോലെ നീ അങ്ങോട്ട് നോക്കിയേ. എന്താ ഇതൊക്കെ? എന്താന്ന് മനസ്സിലായില്ലേ? അർദ്ധരാത്രി 12 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. പുതിയ ദിവസം. ഈ ദിവസവും ഇപ്പോഴത്തെ മാസം അറിയാലോ. ഈ ദിവസത്തിന്റെ പ്രത്യേകത നിനക്കറിയാലോ. എന്റെ പൊന്നു ബ്രോ, ഇന്ന് നിന്റെ ബർത്ത്ഡേ ആടാ. ഇവന്റെ കാര്യം. എടാ നീ ഇന്നത്തെ തീയതി ആലോചിച്ചോ? ഇന്ന് ജൂലൈ 28. അപ്പോ കറക്റ്റാണല്ലോ. നീ ഇങ്ങ് വന്നേ, ചുമ്മാ ആലോചിച്ചോണ്ട് നിൽക്കാതെ. കേക്ക് കെട്ടിയതേ. ദേ വീണ്ടും ആലോചിച്ചിരിക്കുന്നു. ഓ ഇത് ഞാൻ എങ്ങനെ അറിഞ്ഞെന്നാവും അല്ലേ? എടോ ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട. നീ ഇപ്പൊ അത്രയും മനസ്സിലാക്കിയാൽ മതി. എനിക്കൊരു ബർത്ത്ഡേ വേണ്ട. എടാ നീ ഇങ്ങനെ ബഹളം വെക്കാതെ. എടാ നിനക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ലെന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്നും നിന്റെ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ട്. അതിന്റെയൊക്കെ സംവിധാനം ഞാൻ ചെയ്തു. സത്യം. സത്യമായിട്ടും ഈ ബർത്ത്ഡേ കേക്കാണ് സത്യം. വിശ്വസിക്കുക. എടോ തന്റെ വീട്ടുകാരിപ്പോ അവിടെ ബർത്ത്ഡേ ആഘോഷിക്കും. എന്ന് വെച്ചാ തനിക്ക് പൂർണ്ണ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഈ കേക്ക് കെട്ടിയാം. തനി പറയുന്നൊക്കെ സത്യമാണോ? സത്യമാടോ. ഈ തന്നെ ഉപദ്രവിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എനിക്കത് എന്നെ ആയിക്കൂടായിരുന്നോ? ഈ ഡ്രസ്സിനും കേക്കിനും ഒക്കെ ആവശ്യമില്ലാത്ത പണം ചെലവാക്കണമായിരുന്നോ? ഇവിടെ താനിപ്പോ എന്റെ ചങ്കല്ലേ. ഇവിടെ ചിരിച്ചുണ്ടാക്കിയത് ക്യാൻഡിൽസ് അങ്ങോട്ട് കത്തിക്കട. അത് പിന്നെ നന്ദ, ഞാൻ മുമ്പ് പറഞ്ഞങ്ങ് മറന്നേക്കണം. ഋഷിയുടെ പ്രേതം അന്ന് ഞാൻ കണ്ടതല്ലാതെ പിന്നെ വന്നിട്ടില്ലല്ലോ. അതങ്ങനെയാ. എടാ പ്രേതത്തിന് ദൈവമാരെയൊക്കെ പേടിയാ.